കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എന്ത് തല്ലിപ്പുള്ളി പാട്ട്! പഴയ മലയാളം പാട്ടാണ്. മനോഹരമായ പാട്ട്. ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ പാടിയതല്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് വെച്ചാൽ, നിർത്താതെ കരച്ചിലും നിലവിളിയും സാമൂഹ്യ മാധ്യമം മുഴുവൻ. അത് തൊഴിലിന്റെ ഭാഗമാണ്, അങ്ങനെ കരുതിയാൽ മതി. നമ്മുടെ അരിപ്പൂ മുതൽ പണിക്കർ വരെ പൊട്ടി പൊട്ടി കരയുന്നു. എന്ത്? ആദിലയോടും നൂറയോടും അനീതി കാട്ടിയത് സഹിക്കാനാവാതെ നെഞ്ചകം പൊട്ടി തകരുന്നു. എടോ ശവം. ശവമല്ല ശിവം. രണ്ടും കണക്കാ. എടോ താനൊരാണ്. എനിക്കിപ്പോ അതിൽ സംശയമുണ്ട് സാർ. പൊട്ടൻഷ്യൽ ജിഹാദിയായ ഞാൻ ആദിലയെയും നൂറയെയും കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് അരിപ്പൂന് സഹിക്കുന്നില്ല. ശരി തന്നെ, സഹിക്കാൻ പറ്റുന്നില്ല. പണിക്കർക്ക് വല്ലാത്ത ദുഃഖം. 26 വയസ്സുള്ള ഭാരതിയെയും 20 വയസ്സുള്ള സുമിത്രയെയും കൂടെ വിളിക്കട്ടെ? വേണോ പെങ്ങന്മാരായിട്ട്? അരിപ്പൂന് വേണോ? അവരോട് കാണിക്കുന്ന അനീതിയിൽ എന്തെങ്കിലും വേദനയുണ്ടോ? തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിനെടുത്ത് നടക്കില്ല. നിർബന്ധമായും ഒന്ന് വിളിച്ചൂടെ? കഷ്ടമല്ലേ? അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി 5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ തൊണ്ടയിൽ പാൽ കുരുക്കി കൊന്നുകളഞ്ഞെന്നേ ഉള്ളൂ. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. കുറ്റാരോപണം ഒരിക്കലും ഒരാളിനെയും കുറ്റവാളിയാക്കുന്നില്ല. ആരോപണം മാത്രമാണ്. ഇനി തെളിയിക്കാൻ കുറേ കാലം എടുക്കും. കോടതി തെളിയിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ കുറ്റവാളിയാവുന്നത്. അത് ശരിയാ. അതുവരെ ഈ ഭാരതിയെയും സുമിത്രയും ഒന്ന് സംരക്ഷിച്ചൂടെ? എന്താ ഉറക്കം വരുന്നു. അവരുടെ അഭിമാനം ഒന്ന് കാത്തു സൂക്ഷിച്ചൂടെ അരിപ്പൂ? ശൂലം കുത്തി അവസാനം ചത്താ മതിയായിരുന്നു എന്ന് നീ പ്രാർത്ഥിക്കും. ലെസ്ബിയൻ എന്ന സ്വർഗാനുരാഗത്തെ നിയമവും സമൂഹവും ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും അതിനെ തലയിലേറ്റി ചുമന്നുകൊണ്ട് നടന്ന് അങ്ങ് കരയാണ്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എന്നാൽ അങ്ങനെ അങ്ങ് തുറന്നു പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ പണിക്കരും അതുപോലെ തന്നെ അരിപ്പൂവും സ്നേഹ ശ്രീകുമാറുമെല്ലാം എന്തനീതിക്കെതിരെ, അവരെ അപമാനിച്ചതിനെതിരെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അവരെ കുറ്റപ്പെടുത്തിയതിനെതിരെ, അവരെ ശകാരിച്ചതിനെതിരെ, സ്ത്രീത്വത്തെ വേദനിപ്പിച്ചതിനെതിരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സുമിത്രയും ഭാരതിയെയും കൂടെ വിളിക്കട്ടെ? ഇതിന് സ്റ്റാൻഡേർഡുള്ള അച്ഛനെ ആശാന്റെ മകൻ ജന്മത്ത് കിട്ടത്തില്ല. ഈ സുഹരി ഉസ്താദ് 2 കമന്റിൽ ചോദിച്ചിരിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, പണിക്കര് ആ സങ്കടം സഹിക്കാൻ വയ്യാതെ ആദിലയോടും നൂറോയോടും ചെയ്ത ആ കൊടും ചതി സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഭയങ്കരമായി വേദനിച്ചൊരു പോസ്റ്റ് ഇട്ടു. എന്നിട്ട് അതിൽ അൻസാരി സൂരി ഉസ്താദ് എഴുതി എന്താ പറയുക? ആ പോസ്റ്റ് ഇട്ടിട്ട് നേരെ പുള്ളി കയറി കഥ പറച്ചു. തൻ്റെ ഏക മകളെ ഒരിക്കലും എവളുമാരെ പോലെ ആകല്ലേ എന്ന് പ്രാർത്ഥിച്ചും കാണും. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. അല്ലേ, തയ്യാറുണ്ടോ ഇതുപോലെ ആക്കാൻ, ഇതുപോലെ പേർ ചെയ്യിക്കാൻ, ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ? എന്നിട്ട് നമുക്ക് ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം. പറ്റുമോ? പറ്റത്തില്ല. മച്ചാനെ മുടി കത്തി പിടിക്കുമ്പോ ഷഡ്ഡി ഊരല്ലേ? ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ലൊരു ചേല്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ അരിപ്പൂ എഴുതിയതിൻ്റെ അടിയിൽ ഇദ്ദേഹം വന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അൻസാരി സൂരി ഉസ്താദ്. എന്താണെന്നറിയോ? ആ കുട്ടികൾ പറഞ്ഞത്രേ, ആരാണ്ടൊരാൾ നിങ്ങളെ 2 പേരെയും കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞു വന്നു. അത് നീയാണോടാ കൊച്ചു കള്ളാന്ന്. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. പുള്ളി വേണമെങ്കിൽ അതിനും തയ്യാറാ അരിപ്പൂവിന്. എന്താണെന്നറിയോ? അരിപ്പൂ വേണമെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് പറയും, കോയാമാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ 4 കെട്ടി. അപ്പം സമാജംകാരെല്ലാം കൂടെ നിൽക്കും. 4 കെട്ടിയ അരിപ്പൂവിന് അഭിവാദ്യങ്ങൾ, അരിപ്പൂവിന് അഭിവാദ്യങ്ങൾ. അങ്ങനെയാണല്ലോ അരിപ്പൂ ജീവിച്ചു പോരുന്നത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ സ്വയം തീരുമാനിച്ചോ. ഇവരെ പറ്റിച്ചാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ പറ്റിക്കാൻ പോയി ജീവിച്ചപ്പോൾ ഒരുത്തനെ തിരിച്ചു തന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ഈ CD ഒക്കെ ഉള്ള സമയത്ത് കമ്പ്യൂട്ടറിനകത്തോട്ട് ചില സാധനം ഇടുമ്പോൾ അതേ സ്പീഡിൽ തിരിച്ചു വരും. അതായത് മാരിയോ ജോസഫായി അങ്ങോട്ട് പോയത് സുലൈമാനായി തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും എല്ലാരെയും വിട്ടികളാക്കാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുള്ളി സുഖമായിട്ട് അവിടെ ഇരിക്കുക. വേണമെങ്കിൽ പുള്ളി കെട്ടും, എന്നിട്ട് പറയും കോയാമാരെ പറ്റിക്കാനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് സുമിത്രയും ഭാരതിയെയും കൂടെ വിളിക്കട്ടെ? ഒരാൾക്ക് 20 വയസ്സ്, ഒരാൾക്ക് 26 വയസ്സ്.
ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തടസ്സമായിട്ട് 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നേ ഉള്ളൂ. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. അതുകൊണ്ട് നിർബന്ധമായും സുമിത്രയെയും ഭാരതിയെയും കൂടെ വിളിപ്പിക്കണം. എന്നിട്ട് സുമിത്ര ഭാരതി അരിപ്പ് എന്ന് പറയുന്ന ഒരു ജോഡി ഉണ്ടാക്കണം. എന്നിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. റെഡിയാണെങ്കിൽ ഞാനും റെഡി. ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക നശൂലം. ആരും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയെ നിങ്ങളൊക്കെ കൂടി ദ്രോഹിക്കാൻ തുടങ്ങിയ നാട്ടിൽ ചോദിക്കാൻ ആണുങ്ങളുണ്ടാവട്ടോ. ആരാണി ആണുങ്ങള്? ശ്രീധരൻ കർത്താവോ? ഞാനല്ല, നാട്ടിൽ വേറെ ഉണ്ടല്ലോ ആണുങ്ങള്. അപ്പളേ നമ്മൾ പിന്നെ വരാം.